വിശദമായ വാർത്തകളിലേക്ക്. താനൂരിൽ സോഡ ഇറക്കാൻ വാഹനം നിർത്തിയതിനെ ചൊല്ലി യുവാവിന് സ്വകാര്യ ബസ് ജീവനക്കാരുടെ മർദ്ദനമേറ്റതായി പരാതി. താനൂർ കളരിപ്പടി സ്വദേശി സാഗറിനാണ് മർദ്ദനമേറ്റത്. ബസ്സിനു പോകാൻ വഴിയില്ലെന്ന് പറഞ്ഞ് വാക്കുതർക്കമുണ്ടാകുകയും ബസ് ഡ്രൈവർ മർദ്ദിക്കുകയുമായിരുന്നെന്ന് സാഗർ പറയുന്നു. സാഗറിന്റെ പരാതിയിൽ താനൂർ പോലീസ് കേസെടുത്തു. താനൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ മിൽമ ബൂത്തിന് സമീപം കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം. സോഡ വിതരണക്കാരനായ താനൂർ കളരിപ്പടി സ്വദേശി വി സാഗറിനാണ് താനൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് ജീവനക്കാരുടെ മർദ്ദനമേറ്റത്. മിൽമ ബൂത്തിന് സമീപം പിക്കപ്പ് വാൻ നിർത്തി സോഡ ഇറക്കുന്നതിനിടെ അതുവഴിയെത്തിയ സ്വകാര്യ ബസ് ജീവനക്കാർ മർദ്ദിക്കുകയായിരുന്നു. ബസ്സിന് പോകാൻ വഴിയില്ലെന്ന് പറഞ്ഞ് വാക്കുതർക്കമുണ്ടാവുകയും ബസ് ഡ്രൈവർ മർദ്ദിക്കുകയുമായിരുന്നെന്ന് സാഗർ പറയുന്നു. എന്നാൽ തൊട്ടു മുൻപ് 2 ബസ്സുകൾ ഇതുവഴി പ്രശ്നമില്ലാതെ കടന്നുപോയെന്നും സാഗർ പറയുന്നുണ്ട്. താനൂർ മുനിസിപ്പാലിറ്റിനും മിൽമേന്റെ മുന്നിൽ അവിടെ വണ്ടി സൈഡാക്കിയിട്ട് സോഡ സപ്ലൈ ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയത്ത് 2 ബസ് അത് കൂടെ പോയതാണ്. ഞാനവിടെ നോക്കിയതാണ് അവർക്ക് പോകാൻ സൈഡില്ലെന്ന്. പിന്നെ സെൻട്രൽ ഡിവൈഡർ ഉള്ളതുകൊണ്ട് അവിടെ ബ്ലോക്ക് ആവുന്ന പ്രശ്നമില്ല. അപ്പോൾ മൂന്നാമതാണ് ഇവർ വരുന്നത്. ഇവർ വെറുതെ നമ്മളോട് ആദ്യമേ തർക്കിക്കാൻ വന്നതാണ്. ബസ് വണ്ടി സൈഡാക്കിയിട്ട് സോഡ സപ്ലൈ ചെയ്തൂടെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടൂടെ എന്നൊക്കെ. അത് ഞാൻ ചോദിച്ചു, കടയ്ക്ക് നമുക്കിവിടെ കടയിലൊക്കെ എവിടെയെല്ലാം ഇടാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇടയിൽ ഇവരിങ്ങനെ വെറുതെ തർക്കിക്കാൻ വന്ന് 1-2 പറഞ്ഞ് വർത്താനായി. ഫസ്റ്റ് ക്ലീനറാണ് ഇറങ്ങി വന്ന് തല്ലിയത്. അത് ഒരു വിധം നമ്മൾ ഡീൽ ചെയ്ത് വിട്ട് കഴിഞ്ഞ് ആൾക്കാരൊക്കെ ഇടപെട്ട് പ്രശ്നം സോൾവ് ആക്കി തിരിഞ്ഞ് നടക്കുന്നതിൻ്റെ ഇടയിൽ പിന്നിന്ന് ഡ്രൈവർ ഇറങ്ങി വന്ന് ചാടി ചവിട്ടാണ് ചെയ്തത്. അത് ഞാൻ തിരിഞ്ഞപ്പോഴേക്കും പിന്നെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോയി അങ്ങോട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ തിരിഞ്ഞ് ഇങ്ങോട്ട് വരുന്നതിൽ പിന്നെ കൂടെ വന്ന് തലക്കടിച്ചു. എന്തോ ഒരു ഇരുമ്പോലത്തെ എന്തോ സാധനം കൊണ്ടാണ് തലക്കടിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ചവിട്ടാണ് ചവിട്ട്. അത് 3 പിന്നെന്നുള്ള അടിയായിരുന്നു. തിരിഞ്ഞാലും പിന്നെ ആൾക്കാരെ കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് പോയി. പിന്നെ 3 തവണ പിന്നെന്ന് വന്നിട്ടാണ് ചവിട്ടിയത്. നേരെ വന്ന് തല്ലിയിട്ടില്ല. ആ ഡ്രൈവറാണ് ചെയ്തത്. കുവൈത്താണ് ബസ്. ഏകദേശം 2:20 2:30 സമയം. താനൂർ തിരൂർ പരപ്പനാടി റൂട്ടിലുള്ള കുവൈത്താണ്. തോളലിന്റെ കുഴ തെറ്റിയ സാഗർ ആദ്യം താനൂരിലെ സർക്കാർ ആശുപത്രിയിലും പിന്നീട് പരപ്പനങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി. കൈക്ക് ബെൽറ്റ് ഇട്ട സാഗറിനോട് ശരിയായില്ലെങ്കിൽ ശസ്ത്രക്രിയ ചെയ്യാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പറഞ്ഞ ഈ ജോയിന്റ് ഡിസ്ലൊക്കേഷൻ ഉണ്ട്, അതുപോലെ ചെറിയൊരു ഫ്രാക്ചറും ഉണ്ട് അവിടുത്തെ എല്ലിന്. ഇതിപ്പോൾ തൽക്കാലം ഷോൾഡർ തിരിച്ച് വെച്ച് തന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു 2-3 ആഴ്ച ഈ ബെൽറ്റ് ഇടേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇനിയും മാറിയിട്ടില്ലെങ്കിൽ MRI എടുത്തിട്ട് സർജറി വേണ്ടി വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സാഗർ താനൂർ പോലീസിൽ പരാതി നൽകി. താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേരള വിഷൻ, താനൂർ.